ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഒന്നും അറിയത്തില്ലായിരുന്നല്ലയാ. വണ്ടി പണിത് വണ്ടിയുടെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എങ്കിൽ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടത്തിലെ പി എന്താ? ഇവിടെ ആയിരുന്നു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അതോ ഒഴിച്ചു കൂടാൻ പറ്റിയ പരിപാടിയായിരുന്ന? അസ്സലാമലൈക്കും. അയ്യോ, ഞാൻ ആരോടും പറയില്ല. മര്യാദയ്ക്ക് പറയടാ. വലൈക്കും സലാം. നീയൊക്കെ മദ്യപിച്ചിട്ടുണ്ടല്ലേ? ചുമ്മാ അഭിമാനിയെ പറയരുത്. അമ്പാനിയെ പറയരുതെന്നാ? അപമാനിക്കരുതെന്ന് മാമ. നിനക്കാരേലും പെണ്ണ് തരുവാണ് ഹറാം പറഞ്ഞോനെ. പിന്നെ ഇവിടെ എല്ലാം തികഞ്ഞതിന് പെണ്ണ് കിട്ടാനുണ്ട്. അപ്പോഴായി പിഴക്കി. ഇന്നിവിടെ കാണാമൊന്നുമില്ലായിരുന്നല്ലോ. ഞാൻ കുറച്ചുനാൾ കാനഡയിലായിരുന്നു. അറിയോ ഹാഷിർ? വിനായക്. റൈറ്റ് നിൽക്കുന്ന വിനായകും ഇടത് നിൽക്കുന്നത് ഹാഷിറും. എന്റെ അടുത്ത് വല്ലതും പറയാനുണ്ടെങ്കിൽ നേരെ മുഖത്തോക്കി പറയാനുള്ള ധൈര്യം കാണിക്കണം. ആണുങ്ങളായാലേ നട്ടല് വേണം. അതിവിടെ പലർക്കും ഇല്ല. സാബർ പറയുന്നു നിനക്ക് നട്ടലില്ല. അതില്ല, വേറെ ഒന്നും ഉണ്ട്. ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവനല്ല ഞാൻ. എനിക്കിങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. അതങ്ങനെ ഞാൻ കളത്തരം പറയുന്നവർക്കാവുന്ന നിങ്ങൾക്ക് എന്റെ സൈഡിൽ ചിന്തിച്ചാൽ നുണ എങ്ങനെയാണ് നീ ഇത്ര എത്തിക്സോടെ പറയുന്ന ആശ്രയ? അതുകൊണ്ട് ബ്രോ, ഈ മെസ്സേജ് കണ്ടുകാന്ന് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വഴക്കൊണ്ടും കൂടാൻ നിൽക്കലും. ഈ റിലേഷൻഷിപ്പേ വേണ്ടാന്നങ്ങ് വെക്കണം. എന്തിനാ ബ്രോ? നമുക്ക് ആണുങ്ങൾക്ക് ഒരു വിലയൊക്കെ ഇല്ലേ ബ്രോ? എടി അതിന്റെ മോളെ നീ എവിടെ പോയി ഉണ്ടാക്കി കിടന്നത്? എന്നിട്ട് എന്നെ കണ്ടിട്ട് വീടാൻ നിന്ന് മെസ്സേജ് തൊണ്ടി പാട്ടി കഴിവാണോ മോളെ? നീ ഒരു ബന്ധം കുറിച്ചിരിക്കും. വരുമ്പോ നമ്മൾ ആ കുട്ടിയെടുത്ത് ചോദിക്കുന്നു നമ്മൾ രണ്ടിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടമെന്ന്. ഓക്കെ, ഇനി ഏവനെ ഇതിന്റെ ഇടയുള്ളതാ ഈ തൊടയുടെ ഇടയ്ക്കെട്ടി ഞാനങ്ങ് അമുക്കും. തൊട കാണിച്ചാണ് തൊടയുടെ ഇടയ്ക്കെട്ടി ഞാനങ്ങ് അമുക്കും. സ്ക്രീൻഷോട്ട് എടുത്താ നിങ്ങളുടെ ആവശ്യം വരും. ഞാൻ വിചാരിച്ച പോലെ നടന്നടാ. എന്തോന്നു ഞാൻ തോറ്റടാ. ഇവിടെ വെച്ച് തന്നെ വേണോ? ഈ കുട്ടികളുടെയും പെണ്ണുങ്ങളുടെ ഇടയ്ക്കിട്ട് നിന്നെ തല്ലുന്നതല്ല എന്റെ സമ്പ്രദായം. പിന്നെന്താ മോന്റെ സമ്പ്രദായം? ബാട്ടർ സമ്പ്രദായം. എന്താണോ നീ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ പരിഗണനണ്ടല്ലോടാ? ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ എല്ലാ ഫ്ലൈറ്റ് കയറാൻ പറ്റൂ. രാവിലെ കുളിച്ചപ്പോഴേ ചെവി വെള്ളം കയറി. ചെവി വെള്ളം കയറ്റി എന്തിന്? ചെവികളെ പൊളിക്കുന്ന എന്തിനാ? അതങ്ങ് പോടാ. ഞാൻ എന്തിന് പാവാടായിട്ട് വിളിക്കണം? നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. അംഗൻവാടിയിൽ ഹായ് പാർട്ടി. പാട്ടി നീങ്ക ആര്? എനിക്ക് എന്നെ വേണോ? ഇത് സൊല്ലിയാക്കണോ? ഇങ്ക എവളെ ഇവിടെ അവളെ നീ അങ്ങോട്ട് ചോദിക്കണം. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാത്തി? സൽമു നല്ല മണവിൽ ഏത് സ്പ്രേ? ദുബായ് സ്പ്രേ. ആ 3000 രൂപ എങ്ങനെ വന്നേന്നറിയോ? നിനക്കത് തന്നാ എന്റെ ഇത്തവണ മോൻ സെറിലാക്ക് വാങ്ങാൻ വേണ്ടി ഇത്ത പറഞ്ഞു വിട്ടപ്പം അതുവഴി നീ കൊണ്ടുപോയ പൈസയാണ് 3000 രൂപ. 3000 രൂപയ്ക്ക് സെറിലാക്കിന്റെ അതിന്റെ അതിശയന്റെ കൊച്ചാ. മനുഷ്യനായിരുന്നാ നീ? എവിടെ ഉള്ളടാ? മൂത്രമൊക്കെ വന്നാ ചരിഞ്ഞൊക്കെ ഇരുന്നാ നീ പെടുക്കുന്ന? എടുത്തിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ഞാൻ. സിഗരറ്റ് വലിക്കുന്ന നീ ആ ശങ്കരേട്ടന്റെ മരുമകനല്ലടാ? അതെ. നീ? ഞാനതന്നെ. സിഗരറ്റ് മാത്രമേ അതോ കഞ്ചാവ് ഉണ്ടോ? ഇല്ലേട്ടാ, ഞങ്ങൾ ആദ്യമായിട്ട് വലിക്കുക. എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. അല്ലേടാ? എടാ, ഇത് വലിച്ച എന്ത് വരുമെന്നറിയോ? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടാളിയാ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു സ്വപ്നം കണ്ട് കിടന്നെടുത്ത്.
സാധനം എനിക്ക് കിട്ടി. നമ്മളെ മില്ലിന്റെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നടന്നു വരുന്നു, പെട്ടെന്ന് ബേക്കുന്ന ഒരു കൊര. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു പട്ടി കടിക്കാൻ വരുന്നതന്നെ. അത് സ്വാഭാവികം. സ്വാഭാവികോ? സൈക്കിളും ചവിട്ടി കടിക്കാൻ പറഞ്ഞ ഒരു പട്ടിയെ നീ കാണിച്ചു തന്നാണ്. ഞാൻ ഓടി, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ പട്ടിയുടെ സൈക്കിളിന്റെ ചെയിൻ കെട്ടി. പട്ടി ഒന്ന് വീണ് നമ്മളെ വീട്ടിലെ മിക്സിയിൽ. ഞാൻ ജ്യൂസ് അങ്ങ് അടിച്ച് കുടിച്ചു. പേപ്പറിൽ വലിയൊരു മുട്ട. ഓരോന്ന് കാണിച്ചു വിട്ടുമ്പോ ആലോചിക്കണം, ഇല്ലെങ്കിൽ ഇതണക്കെ തന്നെ ഇരയാവും. പൈസ തരാന്നും പറഞ്ഞ് എന്റെ കണ്ണുകൂടി പെമ്പിള്ളേരെ ബാത്റൂമിന്റെ ഫ്രണ്ട് കൊണ്ടിട്ട് മിസ്റ്റേക്ക്. നിങ്ങളായിക്കോ ചേട്ടാ ഒരിക്കലും മറക്കൂല, മറന്നാലൊന്ന് ഓർമ്മപ്പെടുത്തിയേ. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതിനി പറ ഐസ്ക്രീം മൊത്തം അറിഞ്ഞിരിക്കണല്ലോ. എങ്ങനെ അലിയായിരിക്കും, താണത്രയ്ക്ക് ഹോട്ടല്ലേ. നീ ഒന്നും വീട്ടിൽ പോകൂല. എങ്കിൽ നമുക്ക് പോയാലോ? ഉണ്ടായിരുന്നില്ല, നീയൊക്കെ എന്നെ വാങ്ങും. തരാൻ നീ റെഡിയാണെങ്കിൽ വാങ്ങാൻ ഞാൻ റെഡിയാ. നിനക്ക് രണ്ടും ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇതിനെ കാണിച്ച് നോക്കട്ടെ. കിട്ടിയല്ലേ? കിട്ടി. ബറാബർ 50-50. അയ്യോ, ചേട്ടന് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. പ്ലസ് 2 പഠിക്കുന്ന എന്നെ സംബന്ധിച്ച് ഇനി എന്തോന്ന് വേണം. എന്തിടി അങ്ങനെ പറഞ്ഞ? പിന്നില്ലാതെ 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഡയറി മിൽക്കും കൊണ്ടുവരും. വണ്ടി ഇല്ലെങ്കിൽ കൂട്ടുകാരന്മാരെ വണ്ടി എടുത്തോണ്ട് കാണാൻ വരും. പോരാത്തതിന് കട്ട ബേസ്. ചേട്ടന്റെ പെണ്ണാണെന്ന് അറിഞ്ഞതിന് ശേഷം പയ്യന്മാരെന്റെ മുഖത്തൊക്കെ വെച്ച് പേടിക്കും. ഇതൊക്കെ എന്തെല്ലാം കാണാൻ കിടക്കണം. പ്ലസ് 2 കഴിഞ്ഞ ഉടനെ ചേട്ടന്റെ അമ്മേരയിൽ ഒരു വിളക്കെടുത്ത് വെക്കാൻ പറ. എന്തിനടി? എനിക്കങ്ങ് അറിയാൻ ഒരു വാക്ക് ഒറ്റ മൈൻഡ്. എനിക്ക് തന്നെയൊന്നും വേണ്ട. അതന്ന് എന്തൊക്കെ പറഞ്ഞ നീ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കണ. നീ അല്ലേടി പറഞ്ഞ വിളക്കെടുത്ത് പോയി ഉരുളി കമത്തി ഞാൻ സൂപ്പർ എന്നൊക്കെ. എടാ, അന്ന് ബോധവും പൊക്കടോ ഇല്ലാതെ എന്തൊക്കെയാ പറഞ്ഞു, അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ. ഇപ്പൊ നിന്റെ മൈൻഡ് എന്തിനാണ്? എനിക്കിങ്ങനെ പറന്ന് കിടക്കണം. ഒരു വാക്ക് ഒറ്റ മൈൻഡ്. ഹായ് ബ്രോ. ഹായ്. സുഖീന്ന് ഡെലിവറി ആയിട്ട് വന്നതാണ്. പുകമ്പല് കേട്ടപ്പോഴേ തോന്നി ബ്രോ, വിശന്ന് കുടല് കയറി ഇരിക്കുവായിരുന്നു. പെരി ചിക്കൻ അല്ലേ? അതെ അതെ ഇത് ബർഗർ. അതെ 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 നല്ല ടേസ്റ്റി ആണല്ലേ? അതെ അതെ. ഞാനതൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കഴിച്ചു നോക്കണം ബ്രോ, പൊളിയാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത് കഴിച്ചു. എന്ത് എന്റെ ഓർഡറേ ഞാനടുത്ത് കഴിച്ചു. ബുദ്ധിമുട്ടിലേതാണ് ഒന്നുകൂടെ ഓർഡർ ചെയ്യും. ചിത്രങ്ങളെ അപ്പൊ ഇന്ന് മച്ചൂടെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു, കാശ് നോക്കണ്ട. ഏത് മൂട്? പൊളിവൂട്. കേട്ടാ, ഒരു കറു പാലിങ്ങെടുത്ത് ആ മോഗോന്ന് കഴിയട്ടെ. മോൻ കഴിയാൻ പാലോ? ഏത് വൈബ്? അമ്പാനി വൈബ്. ടിഷ്യൂവാ? ഞാൻ 50 നോട്ടില കയ്യങ്ങ അവിടെ ചെയ്. 50 നോട്ടില് ഏത് വൈബ്? അമ്പാനി വൈബ്. ചായല് തട്ടണ. ആശി തട്ടിയ ചായ ഊതി ഊതി കുടിക്കാനാ മച്ചുവിന് ഇഷ്ടം. ഈ 2 വള്ളത്തിൽ കാല് ചവിട്ടല്ലേ, കവ കീറും പൊന്നെ. പുതിയ ഐഫോണോ? നീ വീണ്ടും എടുത്ത ഐഫോൺ? ഈ ആഴ്ചയിൽ ഇത് 5ാമത്തെ ഐഫോണാണ്. ഇവന്മാര് പെട്ടിയുടെ കൂടെ ചാർജർ തന്നെ ഇല്ല. അപ്പൊ ചാർജ് തീരുമ്പോ ഞാൻ പോയി ഒരു ഐഫോൺ അങ്ങാ വാങ്ങും. ഏത് മൂട്ട്? മോനെ, വെള്ളം കുടി കുടി കുടി, ദാഹം കാണും. എന്റെ കണ്ണാടി. ഇതേ സിനിമേടാ? അതൊക്കെ മിയ കാലിഫോർണിയ ഡോക്യുമെന്ററി അച്ഛാ. ഓ, അതാണ് ഒരു പൊട്ടലും ചീട്ടലും. എന്റെ കണ്ണാടി ഇത് എവിടെ വെച്ച്? വലിയ ഓപ്പണൊന്നുമില്ലല്ലേ? അച്ഛാ, ഡോക്യുമെന്ററി കണ്ടോണ്ടിരി. എന്താ വരുന്നു? ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ബഹുമാനങ്ങളെ. എന്നാൽ ഈ കണ്ണാടി ഇതെവിടെ? വിനീത് അകത്തോട്ട് ഓടിയടാ പോനെ. ഇരി. നീ സിനിമ കണ്ടിട്ടുണ്ടാ? മിയ രാജകുമാരിയുടെ കാലിഫോർണിയൻ യുദ്ധം 3 വട്ടം മാമ ഇരുന്നാണ്. ഞാൻ ഇപ്പൊ വരാം. ഓ, ഇപ്പോഴത്തെ പിള്ളേർ സിനിമാ പ്രേമികൾ തന്നെ. യുദ്ധത്തിന് ഒരുത്തനും തുണിയില്ലേ? എന്ത് തരം യുദ്ധോടെ?
ഞാൻ പോകുന്നു. ബൈ ബൈ.